യു മീൻ ദ ഗാലക്സി ടു മീ. ഡയറി മിൽക്ക് സിൽക്കാറ്റോ മോശമായിട്ട് അൺബോക്സ് ചെയ്തത് ഈ ഒരു വീഡിയോയിലായിരിക്കും. തുറക്കാൻ ഭയങ്കര സിമ്പിളാണ്. മുകളിൽ ഇങ്ങനെ പിടിച്ച് ഒറ്റ വലി വലിച്ച സംഭവം തോന്നുന്നു കിട്ടും. ഞാൻ ഒരുവിധം എല്ലാ കടയിലും അന്വേഷിച്ചു, ഒരുവിധം എല്ലാ ഓൺലൈൻ സ്റ്റോറിലും അന്വേഷിച്ചു. എല്ലായിടത്തും നോർമൽ എഡിഷൻ തന്നെയുള്ളൂ. സിംഗിൾസിന് വേണ്ടിയുള്ള ഒരു മിഠായിയാണിത്. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രീറ്റിംഗ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അടിപൊളി വീഡിയോ ആണ്. നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചോക്ലേറ്റുകളൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഇപ്പോൾ എന്തിനാണ് വീഡിയോ ഇട്ടേക്കുന്നത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റുകളുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മിഠായി വാങ്ങണം തോന്നിയാൽ 14 തീയതി മുമ്പ് വാങ്ങിച്ച് ചെയ്യാമല്ലോ. മെയിൻ സംഭവം സാറേ, നമ്മളെല്ലാ ചോക്ലേറ്റുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഡയറി മിൽക്ക്, സിൽക്ക് അതൊക്കെയാണ് എപ്പോഴും കാണാറ്. അപ്പോൾ അതും കൂടാതെ വേറെ കുറേ അടിപൊളി ചോക്ലേറ്റുകളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അധികം മിഠായികൾ അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരിക്കാനും അല്ലെങ്കിൽ നിന്ന് എൻ്റെ കാല് കഴിക്കും. അപ്പോൾ പല പ്രൈസ് റേഞ്ചിലുള്ള മിഠായികൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ വില തൊട്ട് കൂടിയ വിലയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ മിഠായി കണ്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ മിഠായിയാണിത്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അങ്ങനെ പല പല സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയത് കാണാൻ പറ്റും. U+me = മൈ ഫേവ് കോംബോ, അങ്ങനെ കുറേ സംഭവം. ബി ദ മെയിൻ ക്യാരക്ടർ ഓഫ് മൈ ബ്രേക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും വില കുറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം. തുറക്കുമ്പോൾ നോർമൽ ഈ ഒരു സിൽവർ കവറുണ്ട്. പിന്നെ അതും തുറക്കുമ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് മിഠായി ഉണ്ടാവും. നല്ല കിറ്റ്കാറ്റ് മിഠായി ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. സാധാരണ പോലെ തന്നെ കിറ്റ്കാറ്റ് #മൈ ബ്രേക്ക് അങ്ങനെയൊക്കെയാണ് എഴുതിയേക്കുന്നത്. അത് എനിക്ക് ജസ്റ്റ് അടിച്ച് നോക്കാം. ഇത് നോർമൽ കിറ്റ്കാറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. കവർ മാത്രമുള്ള സ്പെഷ്യാലിറ്റി മാത്രമുള്ളൂ. അതായത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടില്ലേ, അത് മാത്രമുള്ള സ്പെഷ്യലായിട്ട് നോർമലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനും കുറച്ചും കൂടി പ്രൈസ് കൂടി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇത് നമ്മുടെ ഗാലക്സിയുടെ ഒരു മിഠായിയാണ്. നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ കാണുന്നുണ്ടാവും. യു മീൻ ദ ഗാലക്സി ടു മീ എന്ന് പറഞ്ഞിട്ടൊരു റിബൺ മിഠായിയുടെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ലവ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു റിബൺ മാത്രമേ പ്രത്യേകിച്ചുള്ളൂ. ആ റിബൺ ഊരിക്കളഞ്ഞാൽ ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നോർമൽ ഗാലക്സി പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു റിബൺ ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത മിഠായി. മുമ്പത്തെ മിഠായി 30 ആയിരുന്നു. ഇത് 100 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ തന്നെ ഡാർക്ക് എഡിഷൻ ഉണ്ട്, അത് കാണിച്ചതാം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് കുറച്ച് വില കൂടുതലാണ്. ഇതിന് 250 രൂപയോളം വരും. ഇത് ചെറുത്, അതുപോലെ തന്നെ ഇതാണ് വലുത്. അപ്പോൾ അങ്ങനെ 100ഉം 250 ഇതിൻ്റെ വില. അപ്പോൾ ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. ഇത് ഡാർക്ക് എഡിഷനാണ്. യു മീൻ ദ ഗാലക്സി ടു മീ ഗാലക്സി ടു മീ ഉണ്ട്. ജിൻ്റെ ഗാലക്സിയുടെ ലോഗോ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റിലും ഇത് തന്നെയാണ്. അത് വേറെ ഫ്ലേവറാണ്. പിന്നെ യു മീൻ ദ ഗാലക്സി ടു മീ. പിന്നെ റിബൺ ഇട്ടുണ്ട്. റിബൺ ബാക്കിൽ വരുന്നുണ്ട് ഇങ്ങനെ ലവിൻ്റെ പടങ്ങളായിട്ട് കുറേ. ഇതിനും അതേ ബാക്കിൽ കുറേ പടങ്ങളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ചെറുത് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഈ റിബൺ ഇങ്ങോട്ട് പോരും. റിബൺ പോയാൽ പിന്നെ നോർമൽ ഗാലക്സി ആണെന്ന് തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും റിബൺ ഇട്ട് അവർ സ്പെഷ്യലാക്കിയതാണ്. അപ്പോൾ ഇതിവിടെ ജി ഉണ്ട്. ജസ്റ്റ് തുറക്കാം. ഉള്ളിൽ വേറൊരു കവറുണ്ട്. അപ്പോൾ ഇതാണ് കുക്കി ക്രംബിൾ. അപ്പോൾ ഇത് കുറച്ച് അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ എറണാകുളത്തുനിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അതിനും ഫുൾ അലിഞ്ഞിരിക്കുകയാണ്. ഇതും മിക്കവാറും അലിഞ്ഞുണ്ടാവും. ഡാർക്ക് ചോക്ലേറ്റ് അലിഞ്ഞുണ്ടാവും. അപ്പോൾ റിബൺ ജസ്റ്റ് പൊട്ടിക്കുക. ഇത് പക്ഷേ അലിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല. ഗാലക്സി ഫ്യൂഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കവറ്. അപ്പോൾ ഇതും നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇതാണ് സംഭവം. കൊള്ളാം, അടിപൊളി ഡാർക്ക് ചോക്ലേറ്റ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഗാലക്സിയുടെ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാം.
ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വലിയ അങ്ങനെ അടിപൊളി ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലക്സി ഡാർക്ക് ചോക്ലേറ്റ്. മറ്റേത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു, കാരണം നോർമൽ മിഠായിയാണല്ലോ. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഒരു ഭയങ്കര മധുരം ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു കയ്പ്പ് പോലത്തെ ടേസ്റ്റ് ആവും. അപ്പോൾ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതാണ് അമൂലിൻ്റെ സ്പെഷ്യൽ എഡിഷൻ, വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ സംഭവമാണ്. ഐ ലവ് യു എന്ന് മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, വലുതാക്കി നല്ല വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അമൂൽ ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് ഐ ലവ് യു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും ഇതിൻ്റെ വെർഷൻ അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നോർമലാണെന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. 200-ന് അത്യാവശ്യം നല്ലൊരു വലിയൊരു മിഠായിയാണ്. പിന്നെ അതേപോലെ തന്നെ മുമ്പിൽ തന്നെ ഐ ലവ് യു എന്ന് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്, അതെന്തായാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമൂലിൻ്റെ സ്പെഷ്യൽ എഡിഷൻ സംഭവം. അപ്പോൾ ഇതും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വേറെ കവറുണ്ട്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ബ്രാൻഡിങ് സംഭവങ്ങളൊന്നുമില്ല, വെറുതെ ഒരു കാപ്പി കവറാണ്. അപ്പോൾ ഇതും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് തുറന്ന് കഴിയുമ്പോൾ ഇതേപോലെ അമൂൽ, പിന്നെന്താണ് എന്തോ ഒരു ലോഗോ കാണുന്നുണ്ട്. ഇത് എന്ത് ലോഗോ? അമൂലിൻ്റെ ലോഗോ ആണ്, എനിക്കറിയില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം വേണ്ട, എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. പിന്നെ അമൂൽ, അങ്ങനെ ഫുൾ അതാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമൂലിൻ്റെ മിഠായി. 3, 1, 2, 3, 4, 5, 6, 7, 8, 9, 27 പീസാന്ന് തോന്നുന്നു. അപ്പോൾ 9×3 അല്ലേ? 5, 6, അതെ 9×3 ഓക്കെ. അപ്പോൾ ഇത്രയും പീസസാണുള്ളത്. അപ്പോൾ ഇത് ആൽമണ്ട് ആൻഡ് നട്ട്സ് അങ്ങനെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടും കുറച്ച് സംഭവങ്ങൾ, കൊള്ളാം. പക്ഷേ ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതും ഡാർക്ക് ചോക്ലേറ്റിനെ പോലെ തോന്നുന്നുണ്ട്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണോ? റിച്ചിൻ കൊക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണത്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഭയങ്കര മധുരമില്ല, അത് കാരണം ഇടയിൽ ആൽമണ്ട്സ് നമ്മളൊക്കെ കടിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത മിഠായി നോക്കാം. അമൂലിൻ്റെ വില ഞാൻ പറഞ്ഞില്ല, 200 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്തതല്ല, ഇതിൻ്റെ ഇടയിൽ വരുന്നത് 160 രൂപയുടെ ഒരു കിറ്റ് കാറ്റാണ്. പക്ഷേ ഇത് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ അല്ല. സംഭവം എന്താ വെച്ചാൽ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ ഒരു കിറ്റ് കാറ്റ് ഉണ്ട്, നല്ല അടിപൊളി, ഉള്ളിൽ ഗ്രീറ്റിംഗ് കാർഡും സംഭവങ്ങളൊക്കെ ഉള്ള കിട്ടിയിരുന്ന സാധനമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ കിട്ടിയത് ഇതാണ്, നോർമൽ കിറ്റ് കാറ്റ് ഡിലൈറ്റാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ പാക്കിങ് മാറിയിട്ടായിരിക്കും ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ സംഭവം എനിക്കറിയില്ല. അപ്പോൾ കിട്ടിയത് ഇതാണ്, നോർമൽ കിറ്റ് കാറ്റ് ഡിലൈറ്റാണ്. പക്ഷേ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ കിട്ടില്ല സാധനമാണ്. ഞാൻ ഒരുവിധം എല്ലാ കടയിലും അന്വേഷിച്ചു, ഒരുവിധം എല്ലാ ഓൺലൈൻ സ്റ്റോറിലും അന്വേഷിച്ചു, എല്ലായിടത്തും നോർമൽ എഡിഷൻ തന്നെയുള്ളൂ. വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആ ഒരു കിറ്റ് കാറ്റിൻ്റെ മറ്റേ എന്താ പറയുക വാലൻറ്റൈൻസ് ഡേ കാർഡൊക്കെ ഉള്ളൊരു എഡിഷൻ എങ്ങും കിട്ടാനില്ല. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് മിഠായി തന്നെയാണ്, സെയിമാണ്, ഡിലൈറ്റ് തന്നെയാണ്. പക്ഷേ മുന്നിലൊരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു ബാനർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ തുറക്കുമ്പോൾ ഇതേപോലെ ഗ്രീറ്റിംഗ് കാർഡ് കാണാൻ പറ്റും. അപ്പോൾ അതെന്തായാലും അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് മിഠായി എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടാ കിറ്റ് കാറ്റ്, ഇതാണ് സംഭവം. ഇങ്ങനത്തെ കുറേ പീസുകളുണ്ട്, വലുതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു പീസ് പൊട്ടിച്ചെടുത്താണ് കാണിച്ചത്. നോർമൽ കിറ്റ് കാറ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിറ്റ് കാറ്റ്. അപ്പം ഇനി അടുത്ത ഡയറി മിൽക്കിൻ്റെ ഞാൻ നിങ്ങളധികം പേരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സ്പെഷ്യൽ എഡിഷനാണ് ഡയറി മിൽക്ക് സിൽക്ക് ഹേർട്സ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞിട്ടൊരു എഡിഷനാണ്. ഇതിലും നമ്മുടെ സിൽക്കിൻ്റെ പോലെ തന്നെ യു മെൽറ്റ് മൈ ഹാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഹാർട്ട് ആൻഡ് റോസസ് ടൈനി സിൽക്ക് ട്രീറ്റ്സ് ടു എക്സ്പ്രസ് യുവർ ലവ് അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ മിഠായികളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാൻ ഭയങ്കര സിമ്പിളാണ്. മുകളിൽ ഇങ്ങനെ പിടിച്ച് ഒറ്റ വലി വലിച്ച സംഭവം തുറന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ മിഠായികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട, ഇതാണ് സംഭവം. ഡയറി മിൽക്ക് സിൽക്ക്
ഹാർട്ട്സ് ആൻഡ് റോസസ്. അപ്പോൾ ഇത് തുറന്നിട്ട് നമുക്കതിനെ കഴിച്ച് നോക്കാം. ഹാർട്ടിൻ്റെയും റോസസിൻ്റെ ഒക്കെ ഫോട്ടോയും എന്തും ഉണ്ടാവും. ഓക്കെ, കണ്ട അവിടെ താങ്ക്സ് എന്ന് എഴുതിയിട്ട് റോസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, ഹാർട്ട്സ് ആൻഡ് റോസസ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി, കുഞ്ഞി നല്ല മിഠായി. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇതിൻ്റെ വില ഏകദേശം എവിടെ 214 രൂപയാണ്. 214 രൂപയ്ക്ക് 135 ഗ്രാമാണ്. എണ്ണം എത്രയാണ് ഞാനൊന്ന് എണ്ണി നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് എന്തായാലും കൊള്ളാം. ഡയറി മിൽക്കിൻ്റെ ഹാർട്ട്സ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞ എഡിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ടോട്ടൽ 14 എണ്ണമാണ് ഉള്ളത്. 214 രൂപയ്ക്ക് 14 മിഠായികളാണ് ഉള്ളത്. 14 ചിലപ്പോൾ ഫെബ്രുവരി 14 ആണല്ലോ വാലൻറ്റൈൻസ് ഡേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും 14 എണ്ണം എന്നെനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും ഇവിടെ സ്കാൻ മീ എന്ന് പറഞ്ഞിട്ടൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് എന്താ കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അടിപൊളി സാധനം. അപ്പം ഇനി നമ്മുടെ ഏറ്റവും മെയിൻ ഐറ്റം അപ്പോൾ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡയറി മിൽക്കിൻ സിൽക്കിൻ്റെ തന്നെ ഗോൾഡ് എഡിഷനാണ്. ഗോൾഡ് മീൻസ് സിൽക്കിൻ്റെ കാണിച്ചു തരാം. അതിൻ്റെ ഇത് കണ്ട, ഇതാണ് ഏറ്റവും കൂടിയ സാധനം നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 370 അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണേ മുന്നേ നമുക്ക് ഇതിൻ്റെ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്തു. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്കാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് വെൻ ഇൻ ലവ് നോട്ട് ആസ്ക് AI അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ഇതാണ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇതിൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഏറ്റവും അടിപൊളി സംഭവം സിൽക്ക് ഗോൾഡ് എഡിഷൻ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതും ഞാൻ കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. കാരണം സിൽക്കിൻ്റെ നോർമൽ ഇങ്ങനത്തെ എഡിഷൻ തന്നെ, പക്ഷേ ഗോൾഡ് അല്ലാണ്ടുള്ള കളറാണ് കൂടുതലുള്ളത്. ഗോൾഡ് ഇങ്ങനെ നമ്മൾ തപ്പി ഗോൾഡ് തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതേപോലെ തന്നെ നല്ല വിലയുണ്ട്. വില എന്ന് പറഞ്ഞാൽ 370 ഇതിൻ്റെ വില വരുന്നത്. 250 ഗ്രാമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൊളിക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ ഒരു പുള്ളെന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതാം. അതിന് ശേഷം വാലൻറ്റൈൻസ് ഡേക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് തന്നെ കഴിക്കാം. അപ്പോൾ ഇതെടുക്കാം. അപ്പോൾ ഇതിലും ഒരു സ്കാൻ മീ ഉണ്ട്, അതും മിക്കവാറും മറ്റേ യൂട്യൂബ് വീഡിയോ തന്നെ ആയിരിക്കും. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നോക്കാം, ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി എന്നാണ്. വലിച്ചിട്ട് വന്നില്ലല്ലോ, ഇവിടെ നിന്നായിരുന്നു, സോറി. ടിയർ ഹിയർ ഇതെങ്ങനെയത് കിട്ടണില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വലിക്കുക, അതിൻ്റെ ഇടയിൽ വെച്ച് കയറിപ്പോയി. പൊളിച്ചതൊക്കെ ആകെ കേടായിപ്പോയല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. നമ്മൾ പൊളിച്ചത് പാളിപ്പോയി ചെറുതായിട്ട്, എന്തായാലും ഇടയിൽ വെച്ച് കയറിപ്പോയേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെയല്ലേ, പൊളിക്കാൻ കിട്ടണില്ലല്ലോ. നമ്മൾ ആകപ്പാടെ കീറിയെന്ന് തോന്നുന്നു, മൊത്തത്തിൽ കീറിപ്പോയത്. ഇങ്ങനെയൊന്നും അല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പൊളിച്ച് സാധനം കിട്ടിയാൽ മതിയല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ പൊളിക്കാം. ആകപ്പാടെ പൊളിഞ്ഞല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ പൊളിക്കരുത്, മര്യാദയ്ക്ക് നോക്കിയിട്ടൊക്കെ പതുക്കെ പൊളിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഭംഗിയില്ലാണ്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി പൊളിച്ച്. ഡയറി മിൽക്കിൻ്റെ ലുക്ക് പോയി, പൊളിച്ച് ഒരുമാതിരി പൊളിയായിപ്പോയി. അപ്പോൾ എന്തായാലും തുറക്കുമ്പോൾ എന്താണ് പ്ലേസ് ഫോട്ടോ ഹിയർ, ഇവിടെ ഫോട്ടോ വയ്ക്കാൻ പറ്റും. ഹൗ ടു യൂസ് പോപ്പ്, എന്തോ സംഭവമാണ്. ഇങ്ങനെയൊക്കെ അമർത്തി നോക്കട്ടെ. ഇങ്ങനെ പോപ്പപ്പായി വരുന്നൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഫോട്ടോയിൽ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. എന്തോ സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് സംഭവം. അറിയാവുന്നവർ പോപ്പപ്പ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണാം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കയറണം. ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കാം. ഓക്കെ, ഇത് മാത്രം നമ്മുടെ കീറൽ കറക്റ്റായി. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഐറ്റം. യു മെൽറ്റ് മൈ ഹാർട്ട്. ഇവിടെയുണ്ട് QR കോഡ്.
അപ്പോൾ ഇതാണ് മിഠായി. അതിൻ്റെ പുറത്ത് കൂടെ ഒരു ഗോൾഡ് കവർ ഇട്ടു എന്നുള്ളൂ. പക്ഷെ കവറിങ് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഗ്രീറ്റിംഗ് കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറക്കാം. ഇതാണ് നമ്മുടെ സിൽക്ക്. അപ്പോൾ ഇതും നമുക്കൊന്നും കൂടി തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽക്കിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇത് പൊളിച്ചെടുക്കാം. നമ്മുടെ ഏറ്റവും വില കൂടിയ മിഠായിയാണിത്. നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് വാങ്ങിച്ചത്. ഇതിലും വില കൂടിയത് ഇല്ലയെന്ന് തോന്നുന്നു. ഡയറി മിൽക്കിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ തന്നെ സൈസ് കൂടിയതുണ്ടാവും. പക്ഷേ എഡിഷൻ ഇത് തന്നെയാണ്. വാവ്. അപ്പോൾ ഇതെന്താണ് ഫ്രിഡ്ജിൽ വെച്ച പാകെ എന്തോ പോലെയായി. അപ്പോൾ ഹാർട്ടൊക്കെ പോപ്പ് ചെയ്താൽ കിട്ടുമോയെന്ന് അറിയില്ല. ഓക്കെ, കിട്ടുന്നുണ്ട്. അയ്യോ, വാവ്, മട്ടേ പോപ്പ്, അടിപൊളി. പോപ്പിങ്ങും നമ്മുടെ പാളിപ്പോയി. അപ്പം ഇതാണ് ഹാർട്ട്, ഒരു കുഞ്ഞി ഹാർട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറി മിൽക്ക് പൊളിച്ചെടുക്കുന്നത്. വല്ലാത്ത പൊളിയായിപ്പോയി. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്. പക്ഷെ എന്താണ് ഒരു കട്ടിയാവാത്ത പോലെ എന്തോ പെട്ടെന്ന് പൊട്ടി പോന്നു. ഞാൻ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചു ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ട് എഡിഷൻ്റെ കുഞ്ഞി ഹാർട്ട്. അപ്പോൾ ബാക്കിൽ ചോക്ലേറ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന്, കൈ മൊത്തം ചോക്ലേറ്റ് ആയിപ്പോയി, സോറി. അത് വീഴാൻ പോയപ്പോൾ അമ്മേന്ന് വിളിച്ചതാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് മൊത്തം ഇവിടെ താഴ്ത്തായതിന്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി ഞാൻ കൈയൊക്കെ ഒന്ന് കഴിയട്ടെ. അതിന് മുമ്പ് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ അൺബോക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് കഴിച്ച് നോക്കി. സിൽക്ക്, നമ്മുടെ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ ഹർട്ടിന് ചെറുതായിട്ട് സ്ട്രോബെറി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഹർട്ടും കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹാർട്ട് പോപ്പ് എഡിഷൻ, അതായത് ഈ സിൽക്കിൻ്റെ ഈ ഒരു എഡിഷൻ വാങ്ങുന്നത്. സംഭവം കൊള്ളാം. മെയിനായിട്ട് ആ പാക്കിങ്ങിനും ആ ലുക്കിനും ഇതൊക്കെയാണ് എത്ര വില വരുന്നത്. നോർമൽ ടേസ്റ്റ് നമ്മുടെ നോർമൽ സിൽക്കിൻ്റെ പോലെ തന്നെയാണ് ഏകദേശം അല്ല തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെന്താണ്, ഇത് അൺബോക്സിങ് വളരെ മോശമായി പോയി തോന്നുന്നു. അതായത് ഡയറി മിൽക്ക് സിൽക്ക് ഏറ്റവും മോശമായിട്ട് അൺബോക്സ് ചെയ്തത് ഈ ഒരു വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ അൺബോക്സ് ചെയ്താലും. അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ എന്താണ്, ഈ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായില്ല. പുറത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും അവിടെ നിന്ന് കുറച്ച് ബെൽറ്റായി ഉണ്ടാവും. പിന്നെ ഞാൻ അത് നേരെ കൊണ്ട് ഫ്രീസറിൽ വെച്ച്, അപ്പോൾ അതേപോലെ ആയിണ്ടാവും. കുറച്ച് ആ ഒരു ഡിസൈൻ സംഭവങ്ങൾ കാണുന്നില്ല മുമ്പിലത്തെ. അപ്പോൾ അതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴും കുറച്ച് ചെറുതായിട്ട് മെൽറ്റായി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ആകെപ്പാടെ മെൽറ്റായി. പിന്നെ അതുപോലെ തന്നെ അൺബോക്സിങ്ങും കറക്റ്റ് ആയില്ല. പൊളിച്ചതൊക്കെ ചെറുതായിട്ട് പാളിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടുത്ത കൊല്ലം എപ്പോഴെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമുക്ക് നോക്കാം, അടിപൊളിയാക്കാം. അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ സിംഗിൾസിന് വേണ്ടിയുള്ള ഒരു മിഠായിയാണിത്. വാലൻറ്റൈൻസ് ഡേക്ക് കമ്മിറ്റഡ് ആവാത്തവർക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം. ഇത് 5 സ്റ്റാറാണ്. 5 സ്റ്റാറിൻ്റെ എസ്കേപ്പ് സിംഗിൾ അല്ലല്ലോ, എസ്കേപ്പ് വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ എഡിഷൻ അവർ നോക്കിയതാണ്. സിംഗിൾസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് സിംഗിൾസിനുള്ള മിഠായി. നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ മിഠായികളൊന്നും വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഇത് വാങ്ങിക്കുക, കഴിക്കാം. എല്ലാം കാഡ്ബറിയുടെ തന്നെയാണ്. കാഡ്ബറി 5 സ്റ്റാറാണ്. ഡയറി മിൽക്കും കാഡ്ബറിയുടെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാൻ കഴിക്കാം, മാത്രമല്ല. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സിൽക്കിൻ്റെ ഹേർട്സ് ആൻഡ് റോസസ്. ഞാൻ പറഞ്ഞില്ല 14 കൃത്യം ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടായിരിക്കും. അത് കൊള്ളാം. അത് ചെറിയ മിഠായികളാണ്. അത്യാവശ്യം വിലയുണ്ട്. 14 214 രൂപ തന്നെയാണ് വില. മൊത്തത്തിൽ 14 കൊള്ളാം. അപ്പോൾ അങ്ങനെയാണ് വില. അത് കൊള്ളാം, എല്ലാം കൊള്ളാം. കുറച്ച് കൂടുതൽ നമ്മൾ വാങ്ങിച്ചാലും ഡാർക്ക് ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് നോക്കിയിട്ടല്ല കഴിക്കുക. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഡയറി മിൽക്കാണ്. ഡയറി മിൽക്കാകുമ്പോൾ കുറച്ചും കൂടി സ്വീറ്റാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഡയറി മിൽക്ക് തന്നെയാണ് കൂടുതൽ ഇഷ്ടമായത്. കിറ്റ്കാറ്റും കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടോട്ടൽ. അപ്പോൾ അത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുള്ളായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി പറയാം. അപ്പോൾ ഇത് അടിപൊളി കണ്ടന്റ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.